കർണാടകയിലെ മംഗളൂരുവിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു മലയാളിയായ ചെറുപ്പക്കാരനെ RSS ബജ്രംഗ് ദൾ പ്രവർത്തകർ ചേർന്ന് തല്ലിക്കൊന്നിരിക്കുന്നു. വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫിനെയാണ് ക്രിക്കറ്റ് മത്സരത്തിനിടെ ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം മംഗളൂരുവിലെ കുടുപ്പു ഗ്രാമത്തിലെ ഭദ്ര കല്ലുർത്തി ക്ഷേത്രത്തിന് സമീപം 10 ടീമുകളും 100-ലധികം കളിക്കാരും പങ്കെടുത്ത ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിലായിരുന്നു സംഭവം. സംഘപരിവാർ പ്രവർത്തകനായ സച്ചിനാണ് ആക്രമണത്തിന് തുടക്കമിട്ടത്. പിന്നീട് ആൾക്കൂട്ടം ചേർന്നുള്ള ക്രൂരമർദ്ദനത്തിലും കൊലയിലും കലാശിക്കുകയായിരുന്നു. 2 മണിക്കൂർ നേരം ആ മൃതദേഹം അവിടെ തന്നെ കിടന്നു. വൈകുന്നേരം 5:30 ആയതോടെയാണ് ക്ഷേത്ര പരിസരത്ത് തിരിച്ചറിയാനാകാത്ത മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. ഒന്നിലധികം ക്രൂരമായ മർദ്ദനവും വൈദ്യസഹായം ലഭിക്കാത്തതുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ ആഘാതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിലേക്ക് നയിച്ചത്. അഷ്റഫിന്റെ കൈകാലുകളും പുറം, നിതംബം, ജനനേന്ദ്രിയം തുടങ്ങി ശരീരമാകെ തടിക്കഷ്ണങ്ങൾ കൊണ്ടും കല്ലുകൊണ്ടും മർദ്ദിച്ചതിന്റെ മുറിവുകളും ചതവുകളുമായിരുന്നു. നാട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം അഷ്റഫും കുടുംബവും നേരത്തെ താമസിച്ചിരുന്ന മലപ്പുറം കോട്ടയ്ക്കൽ പറപ്പൂർ ചോലക്കുണ്ടിലെ വീടിന് സമീപം പൊതുദർശനത്തിന് വെച്ചു. വീട് ബാങ്ക് ജപ്തി ചെയ്തതിനാൽ റോഡിൽ ആംബുലൻസിനകത്താണ് പൊതുദർശനത്തിന് വെച്ചത്. അഷ്റഫിന്റെ മാതാവ് അടക്കമുള്ളവർ ഇവിടെ എത്തിയാണ് മകനെ അവസാനമായി ഒരു നോക്ക് കണ്ടത്. തുടർന്ന് പറപ്പൂർ ചോലക്കുണ്ട് പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കി. 2014 ശേഷം രാജ്യത്ത് ആൾക്കൂട്ട കൊല വർദ്ധിച്ചുവെന്ന് കണക്കുകൾ നേരത്തെ വന്നിരുന്നു. ബീഫ് സൂക്ഷിച്ചു, ജയശ്രീറാം വിളിച്ചില്ല, പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയവയെല്ലാം സംഘപരിവാറിന് ദളിതരെയും മുസ്ലിങ്ങളെയും തല്ലിക്കൊല്ലാനുള്ള മതിയായ കാരണങ്ങളായിരുന്നു. അഷ്റഫിനെ തല്ലിക്കൊന്ന സംഭവത്തിലും ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വന്നത് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്നുവെന്നായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ക്ഷത്രിയ ഗോരക്ഷാദൾ പ്രവർത്തകർ പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി റെസ്റ്റോറന്റ് തൊഴിലാളിയായ ഒരു മുസ്ലിം യുവാവിനെ വെടിവെച്ചു കൊന്നു. ഭീകരാക്രമണത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കാത്തതിനും ഗായത്രി മന്ത്രം ചൊല്ലാത്തതിനും മുസ്ലിം ജീവനക്കാരിയെ അപമാനിച്ചത് ബംഗളൂരുവിലാണ്. കശ്മീരി വിദ്യാർത്ഥികളെ തദ്ദേശവാസികൾ ആക്രമിച്ചതും തീവ്രവാദികൾ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഛത്തീസ്ഗഡിലാണ്. ഹരിയാനയിൽ മുസ്ലിങ്ങളുടെ കട തകർത്ത് കത്തിച്ചതും മുസ്ലിങ്ങൾക്ക് എൻട്രി ഇല്ല എന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടതും ഗർഭിണിയായ മുസ്ലിം സ്ത്രീയെ ചികിത്സിക്കാൻ ഡോക്ടർ വിസമ്മതിച്ചതുമെല്ലാം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.